ഹലോ എവറി വൺ. ക്ലാസ് 12ൻ്റെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ MCQ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു ഈവൻസ് സച്ച് ദാറ്റ് പി ഓഫ് ബി ഈക്വൽ ടു 1/5, പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു 2/3 ആൻഡ് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 3/5, then പി ഓഫ് എ ഈസ്. ഓപ്ഷൻസ് ആർ 10/15, 2/15, 1/5, 8/15. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, രണ്ട് ഈവൻസ് എ ബി എന്ന് പറയുന്ന രണ്ട് ഈവൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് ബി എന്ന് പറയുന്നത് 1/5 ആണ്. ദെൻ പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു 2/3 ആൻഡ് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 3/5. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ, പി ഓഫ് എ എന്താണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ച രണ്ട് റിസൾട്ടുകൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. ആദ്യത്തെ റിസൾട്ട് എന്തായിരുന്നു, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. എ യൂണിയൻ ബി എന്ന് പറയുന്നത്, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതുപോലെ തന്നെ പി ഓഫ് എ ഗിവൺ ബി, ഇവിടെ തന്നിരിക്കുന്ന പി ഓഫ് എ ഗിവൺ ബി ആണ്. സോ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. സോ ഈ രണ്ട് റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ പി ഓഫ് എ കാണാൻ വേണ്ടിയിട്ട് ആദ്യം പി ഓഫ് എ യൂണിയൻ ബി എടുക്കാം. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് പി ഓഫ് എ യൂണിയൻ ബി നിന്ന് 3/5 ആണ്. സോ 3/5 ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ പി ഓഫ് ബി എന്ന് പറയുന്നത് 1/5 ആണ്. ദെൻ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നു അറിഞ്ഞൂടാ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിഞ്ഞൂടാ അല്ലേ. നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ വേറെ മാർഗം ഉണ്ടല്ലോ, അത് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അതിന് വേണ്ടി നമുക്ക് പി ഓഫ് എ ഗിവൺ ബി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 2/3 ഉണ്ട്. ദെൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിഞ്ഞൂടാ, ദാറ്റ് ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറയുന്നത് 1/5. ഓക്കെ, സോ ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ആദ്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് ഇതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into P of A intersection B is equal to 2/5 എന്ന് എഴുതാം അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 into P of A intersection B equal to 2/5. That is P of A intersection B equal to ഈ 3യെ ഇവിടെ ഡിവൈഡ് ചെയ്യുക. That is 2/3 into 5 എന്ന് വരും, that is 15. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2/15 എന്ന് കിട്ടി. സോ ആ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ P of A പ്ലസ് 1/5 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2/15 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 3/5. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ ആൻസറായി. പി ഓഫ് എ ഈസ് ഈക്വൽ ടു, അതിനെ അങ്ങനെ നടത്തുക, പി ഓഫ് എ ഈസ് ഈക്വൽ ടു അതിനവിടെ നിർത്തിയിട്ട് ഈ രണ്ട് ക്വാണ്ടിറ്റി ലെഫ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ 3/5 ഓൾറെഡി അവിടെ ഉണ്ട്. ദെൻ മൈനസ് 1/5, ഇത് പ്ലസ് 2/15 എന്നാകും. ഓക്കെ, ത്രൂ ഔട്ട് ഇനി LCM എടുക്കുക. LCM എടുത്താൽ 15 ആണ് LCM വരിക. 5 3s are 15, സോ 3 into 3 9 വരും ഇവിടെ. ദെൻ അഗെയിൻ 5 3s are 15, 3 into 1 എന്ന് പറഞ്ഞാൽ 3 വരും ഇവിടെ. ദെൻ 15, അപ്പോൾ 2 അങ്ങനെ തന്നെ എഴുതി. സോ 9 minus 3 is 6, 6 plus 2 is 8, 8/15 എന്ന് വരും. സോ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 8/15 എന്ന് വരും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ നോക്കി ഏതായിരിക്കും, 8/15 എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും, 8/15. ഓക്കെ.